അനിയത്തിയാണിത്. സോ എന്റെ അനിയത്തിക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഈ അമ്മേനെ എനിക്ക് ഒന്നും കൂടി കാണണം. മാത്രമല്ല അമ്മ ആഗ്രഹിച്ച ആ കമ്മല് അത് നമുക്ക് കൊടുക്കണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ദിയ കൃഷ്ണയ്ക്ക് അണ്ണാക്കിലടിച്ചുള്ള മറുപടി കൊടുത്ത് പേളി മാണി. സത്യമാണ്, ഞാനിത് തള്ളാൻ വേണ്ടി പറഞ്ഞുതരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ആ വീഡിയോക്ക് ഞാൻ ഇവിടെ ആ വീഡിയോ സത്യം പറഞ്ഞാൽ ദിയയ്ക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് കാണാനുള്ള കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് രണ്ട് മീഡിയ താരങ്ങളെ കാണാം. രണ്ടുപേർക്ക് രണ്ട് സംസ്കാരമാണ് എന്നുള്ളതാണ്. ഒന്ന്, വഴി കിടക്കുന്നവരെ എന്നും എനിക്ക് സ്വന്തം അമ്മായിയമ്മയെ പോലും വഴി കിടക്കുന്നവരെന്ന് അഭിസംബോധന ചെയ്യുകയും അതിൽ ഉറച്ചു നിൽക്കുകയും അഹങ്കാരത്തിന്റെ കൊടുമുടിയുമായ ഈ പറയുന്ന ദിയ കൃഷ്ണ. മറ്റൊരു തരത്തിൽ ഈ പറയുന്ന വലിയവരെല്ലാം മൂത്തവരെല്ലാം ബഹുമാനത്തോടെ അമ്മയെന്നും ചേച്ചി എന്നും അച്ഛൻ എന്നൊക്കെ വിളിക്കുന്ന മറ്റൊരു താരം. ഇവിടെ ഇന്നലെ ഈ പറയുന്ന 2 ദിവസം മുമ്പ് പേളി മാണിയുടെ പിന്നീട് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നു. ആ വീഡിയോ മറ്റൊന്നുമല്ല, തന്റെ കുഞ്ഞിനെ നോക്കുന്ന ആയ 2 വർഷം കൊണ്ട് തന്റെ കൂടെ നിൽക്കുന്ന ഒരു ആയക്ക് അവരെ വീട്ടിൽ പോകുന്ന സമയത്ത് ഈ പേളി മാണി അവർക്കൊരു പിന്നെ ഒരു സമ്മാനം കൊടുത്തു. മറ്റൊന്നൊരു സ്വർണ്ണമാലയും ഒരു പിന്നീട് ബ്രേസ്ലെറ്റുമാണ് കൊടുത്തത്. സ്വർണ്ണമാണ്, ഇപ്പോഴത്തെ വില അറിയാമല്ലോ. അതെങ്ങനെ പോയാലും 2-3 ലക്ഷം രൂപയുടെ സാധനമുണ്ട്. 2-3 ലക്ഷം അതിന് പുറത്താകുമെന്ന് എനിക്ക്, എങ്കിലും ഒരു 4 ലക്ഷം രൂപയ്ക്കകത്തുള്ള സാധനമുണ്ട്. ഇവിടെ അത് കൊടുത്തതിലല്ല, അത് കൊടുത്ത നല്ല മനസ്സാണ്. അപ്പോഴൊക്കെ ഈ പറഞ്ഞ പേളി മാണി പറഞ്ഞ ഡയലോഗുകളുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ മൊത്തം ഇതാണ്. അല്ലെ, സ്വന്തം അമ്മായിയമ്മയെ പോലും വഴിയിൽ കിടക്കുന്നവർ എന്ന് പറഞ്ഞ ദിയ കൃഷ്ണ ഇത് കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ. ആ കമന്റിന് പേളി മാണി കൊടുത്ത ഈ പറയുന്ന റിപ്ലൈ ഉണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ വെക്കാമെന്നുള്ളത്. ആദ്യം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പേളി മാണി അറിഞ്ഞുകൊണ്ട് ദിയക്ക് കൊടുത്ത ഒരു മറുപടിയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം അതും ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ആദ്യം പേളി മാണി തന്റെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ തന്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഇവിടെ വെക്കാം. അപ്പൊ 2 വർഷമായിട്ട് എന്റെ കൂടെയുള്ള എന്നെയും നിത്തു ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെയുള്ള എന്റെ അനിയത്തിയാണിത്. സോ എന്റെ അനിയത്തിക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ലൈഫിലെ നമ്മളെ ഫ്രണ്ട്സ് പോലെയാണ് ഇവരെനിക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ എന്റെ കൂടെ നിൽക്കുകയും എന്റെ മുഖം വാടിയാൽ പോലും ഒരു ചായ തരും, അങ്ങനത്തെ ഒരാളാണ്. അവർക്കറിയാം എന്താണ് എനിക്കും എന്റെ പിള്ളേർക്കും എല്ലാവരുടെ കാര്യങ്ങളും. അതുകൊണ്ട് യു ആർ ലൈക്ക് എ ഫാമിലി മെമ്പർ ടു മീ. അതുകൊണ്ട് ഞങ്ങളൊരു ചുമ്മാ ബർത്ത്ഡേ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് എ നോർമൽ ഡേ, ബട്ട് വാണ്ടഡ് ടു ഗിവ് യു. ഓക്കെ, യു ആർ ലൈക്ക് എ ഫാമിലി മെമ്പർ ടു മീ. മനസ്സിലായോ? എനിക്ക് എന്താണ്, എന്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ്, എന്റെ അനിയത്തി പോലെയാണ്. ബർത്ത്ഡേ അങ്ങനെയൊന്നുമല്ല, വെറുതെ ഞാനിത് കൊടുത്തതാണ് എന്നുള്ളതാണ്. അതായത് 2 കൊല്ലം കൂടെ നിൽക്കുന്ന പല പിന്നെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ഇതുപോലുള്ള ഒരു സ്വർണം അങ്ങനെയുള്ള രീതിയിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇന്നവിടെ വീട്ടിൽ പോകുന്നതുകൊണ്ട് എനിക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് തോന്നി. എന്തിന് ഈ സമയത്ത് എന്നെ വാങ്ങിച്ചു കൊടുത്തു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുക. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താ പറഞ്ഞത്? രഞ്ജുയുടെ കഴുത്തിലൂടാനോ? എന്റെ മാലയാ അത്. ഇത് രഞ്ജുയുടെ മാലയാ. അച്ഛാ ഹേ, ഇത് റഫ് യൂസ് ഒക്കെ ചെയ്യാം. ഇതൊന്ന് സൂക്ഷിക്കാൻ അവർ പറഞ്ഞു. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, പൊട്ടിപ്പോവും. പക്ഷെ ഇത് നീ എത്ര വേണമെങ്കിലും നിനക്ക് ഇടാം. കറക്റ്റ്. ഇതാണ് ആ റീല്. ഇതിന്റെ പിന്നെ 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഏതാണ്ട് 9 ലക്ഷം ഒന്നും അടുപ്പിച്ചായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും മില്യൻ അടിക്കുമെന്നുള്ളത് അതിപ്പം പേളി ഏതിട്ടാലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഇവിടെ സ്വന്തം ആയയാണ്, കൊച്ചിനെ നോക്കാൻ വന്ന ആയാണ്. ഈ പറയുന്ന വീഡിയോയിൽ ഉടനീളം ഇത് ആയയാണെന്നോ അങ്ങനെ എന്ത് പറയും, സ്വന്തം അനിയത്തിയാണ്, എന്നെ നോക്കാൻ വന്നതാണ്. വളരെ എന്താണ് പിന്നീട് സ്നേഹത്തോടു കൂടിയാണ് ഈ പറയുന്ന പേളി മാണി സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് പേളി മാണി ഇത് ഈ പറയുന്ന ദിയ കൃഷ്ണയ്ക്ക് കൊടുത്ത ഒരു മറുപടിയാണെന്ന് എനിക്ക് തോന്നാൻ കാരണം, അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന പേളി മാണി കൊടുത്തുള്ള ഒരു മറുപടിയാണെന്ന് പറയാൻ കാരണം, ഈ പറയുന്ന പേളി മാണി തന്നെ ഒരാഴ്ച മുമ്പ് പേളി മാണി ഒരു റീൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ചെറിയ ഭാഗം ഞാൻ ഇവിടെ വയ്ക്കാം.
നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്തൊരു ചിരി കണ്ടത് എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് ഭയങ്കര ഇമോഷണലായി. അപ്പൊ തന്നെ തീരുമാനിച്ചു ഈ അമ്മേനെ എനിക്ക് ഒന്നും കൂടി കാണണം. മാത്രമല്ല അമ്മ ആഗ്രഹിച്ച ആ കമ്മല് അത് നമുക്ക് കൊടുക്കണ്ടേ, കൊടുക്കണം. അമ്മയ്ക്ക് ഈ മാല നന്നായിട്ട് ചേരും തോന്നുന്നു. ഇത് ആ റീലിന്റെ ചെറിയ ഭാഗങ്ങളാണ്. ഇതിനകത്ത് നിങ്ങൾ കണ്ടു, ഇത് ഞാൻ കുറച്ച് ഭാഗമേ വെച്ചിട്ടുള്ളൂ. ഇതിനകത്ത് പല അമ്മയെ കാണുമ്പോഴെല്ലാം അമ്മ എന്നാണ് അഭിസംബോധന ചെയ്തത്. ഒരുപാട് ഈ പറയുന്ന റീലിൽ ഉടനീളം അമ്മ എന്നാണ് അഭിസംബോധന ചെയ്തത്. ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ അമ്മയും മറ്റേ അക്ഷയ തൃതീയ ആ സമയത്ത് എനിക്കൊന്ന് മലബാർ ഗോൾഡോ അങ്ങനെ എന്തോ ആണ്, അവിടെ വന്നപ്പോൾ പേളിമാണിയെ കണ്ടു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്ക് പേളിമാനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നാണ് അമ്മയുടെ മുഖത്ത് ആദ്യമായിട്ടൊരു ചിരി കണ്ടതെന്ന് പറഞ്ഞു ആ പെൺകുട്ടിയുടെ റീൽ ഇടുന്നു. ആ റീല് കണ്ടിട്ട് ഈ പറയുന്ന പേളിമാണി വന്ന് ഇവർക്ക് വാങ്ങാൻ, അന്ന് ക്യാഷ് ഇല്ലാതെ വാങ്ങാൻ വെച്ചിട്ട് പോയ ആ റിങ്, എനിക്കൊന്ന് കമ്മല് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു റീലാണ്. അത് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പല ആവർത്തി എന്ത് ചെയ്യുന്നു, അമ്മ എന്നാണ് അഭിസംബോധന ചെയ്തത് ഈ അമ്മേനെ ആണല്ലോ. ഇതിന് ശേഷമാണ് ഈ പറയുന്ന ദിയാ കൃഷ്ണ വീഡിയോ ഇട്ട് പറഞ്ഞത്, എന്നാൽ വഴി കാണുന്നവരെ എല്ലാരും എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല, അമ്മ ഇല്ലാത്തവർ പോയി വിളിച്ചോ എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. അങ്ങനെ വരുമ്പോ ഇപ്പൊ എന്താണ് പേളിമാണി എന്തായി, പേളിമാണിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ കയറി അമ്മ എന്ന് വിളിക്കുന്ന ഒരു അർത്ഥം അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? സത്യമാണല്ലോ. ഈ പേളിമാണിയും എന്റെ ഒരു അറിവ് ശരിയാണ്, ഈ പേളിമാണിയും ദിയായിട്ടൊക്കെ ഭയങ്കര സുഹൃത്തും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പല വീഡിയോയിലും അങ്ങോട്ട് ഇങ്ങോട്ട് കമന്റും കാര്യങ്ങളും അപ്രിസിയേഷനും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു സംഭവം പറയുകയും ആ ഒരു പ്രസ്താവന മാറ്റാതെ ഞാൻ പറഞ്ഞ പ്രസ്താവന ഞാൻ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ അമ്മ അച്ഛനെന്ന് വിളിക്കുന്നവർ എന്താണ്, പ്രളയം ചന്ദ്യാനം ഇല്ലാത്തവരാണ്, രക്ഷകർത്താക്കൾ ഇല്ലാത്തവരാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം പേളിമാണി എന്ത് ചെയ്തിട്ടുണ്ട്, ആ അമ്മയെ ഉടനീളം അമ്മയെ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് പേളിമാണിക്ക് കൊള്ളും. അതുകൊണ്ട് ഇവൾക്കിട്ട് ഒരു സാധനം കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ തോന്നാൻ കാരണം മറ്റൊരു കാരണം കൂടി ഉണ്ട്. അതായത് ഈ പേളിമാണി ഇപ്പോഴിട്ട് വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്ത ഒരു കമന്റ്, ആ കമന്റ് ഇങ്ങനെയാണ്. ഒരുപാട് കമന്റ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരുപാട് കമന്റുകൾ ഇട്ടിട്ടുള്ളത്. അതിൽ ഒരു കമന്റ് ഞാൻ വായിക്കാം. ഇതാണ് വളർത്തു ഗുണം. അല്ലാതെ സ്നേഹമുള്ള അമ്മായി അമ്മയെ പോലും വഴിയെ പോകുന്നവരെ ഒന്നും അമ്മ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ ടീംസിനെ പോലെയല്ല പേളിച്ചേച്ചി. ഓക്കെ, ശ്രീനിയേട്ടന്റെ അമ്മയെയും അവരുടെ റിലേറ്റീവ്സിനെയും എന്തൊരു കരുതലോടെയും സ്നേഹത്തോടെയുമാണ് ചേച്ചി ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ആവശ്യമുള്ള എല്ലാ വ്ളോഗിലും അവരുമായുള്ള എല്ലാ വ്ളോഗിലും അത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ശ്രീനയുടെ അമ്മയും അച്ഛനും അമ്മയും എന്നൊക്കെ തന്നെയാണ് എന്ത് ചെയ്തു പേളി വിളിക്കുന്നത്. യു ആർ ഗ്രേറ്റ്. ആരും അല്ലാതിരുന്നിട്ട് കൂടി മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സുണ്ടല്ലോ, ഇനിയും ഉയരങ്ങളിൽ എത്തുമെന്ന് പറഞ്ഞത് ഒരു കമന്റ്. ഈ കമന്റിന് പേളി അവിടെ ഒരു ഹാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാർട്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് അവർ വിമർശിക്കുന്നതാണ് അതാണ് അതല്ലേ, വഴിയെ പോകുന്നവരെ പോലും പിന്നീട് അമ്മ എന്ന് വിളിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് വിമർശിച്ചിട്ട കമന്റിന് പേളി സമ്മതിക്കുന്നുണ്ട്. പേളിക്ക് അത് ആ കമന്റ് ഇഷ്ടപ്പെട്ടതാണ് ഹാർട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ദിയാ കൃഷ്ണയ്ക്ക് കൊടുത്ത ഒരു ചുട്ട മറുപടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഞാനായാലും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. രണ്ടും സോഷ്യൽ മീഡിയ താരങ്ങളാണ്, രണ്ടൊരു സുഹൃത്തുക്കളാണ്. ഒരു ദിവസം വന്നിരുന്ന് പറയുകയാണ്, ഇങ്ങനെ വഴിയെ പോകുന്നവരെയൊക്കെ ഉമ്മാനെ വിളിക്കുന്ന സ്വന്തം തള്ളയും തന്തേനും ഇല്ലാത്ത അവരൊക്കെയാണ് പോയി വിളിച്ചത്, അങ്ങനെയുള്ളവർ വിളിച്ചാൽ മതി, എനിക്ക് പറ്റൂല എന്ന് പറയുമ്പോൾ ഇവര് ഈ പറയുന്ന പേളി എല്ലാവരെയും വയസ്സായവരെല്ലാവരും അമ്മ എന്നാണ് വിളിക്കുന്നത്. സ്വന്തം ഭർത്താവിന്റെ അമ്മയെയും അമ്മ എന്നാണ് വിളിക്കുന്നത്. ഇത്തിരി പ്രായമാരെ എല്ലാവരും അമ്മാന്നോ ചേട്ടന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കത് ഹേർട്ടാവും, നമുക്കത് ഫീൽ ആവും. എന്നെയും കൂടി ചേർത്താണല്ലോ പറയുന്നത്. അപ്പൊ ഇന്നലെ എന്തോടെ യൂട്യൂബ് ചാനലിൽ കുറെ നമ്മുടെ റിയാക്ഷൻ ചാനൽ പറയുന്നവരെയൊക്കെ കുറിച്ച് തേർഡ് ക്ലാസ് ചാനൽസ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പിന്നീട് കമന്റ് ഒക്കെ ഇട്ട് പിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അഹങ്കാര റാണി, നല്ല പേരല്ലേ അഹങ്കാര റാണി. അപ്പോ എനിക്ക് മനസ്സിലാക്കണം, ഇപ്പൊ തേർഡ് ക്ലാസ് ആരാണെന്ന് കൃത്യമായിട്ട് പേളി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. തേർഡ് ക്ലാസ് ആരാണ് എന്നുള്ളത്, അവർക്ക് കിട്ടുന്ന സപ്പോർട്ട്, അവരിനി റിയൽ ലൈഫിൽ എന്തോ ആയിക്കോട്ടെ അതൊന്നും അറിയണ്ട. അവിടെ എല്ലാവരുടെ സ്നേഹവും അവരെ എല്ലാവരുടെ പറയുന്ന സന്തോഷവും കാണുമ്പോൾ നമുക്കറിയാം അവരെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന എന്താണ് വേലക്കാരെ അല്ലെ ആയമാരെയൊന്നും സ്വന്തം
കൂടെ ഇരുത്തി ആഹാരം കൂടി കഴിപ്പിക്കില്ല. ഇപ്പോൾ വേണമെങ്കിൽ അടുക്കളയിൽ പോയിരുന്ന് കഴിയുക എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ്. ഇത് ഇപ്പോഴും ഉണ്ട്. നമ്മളെ കൂടെ ഇന്ന് ആരും എടുത്ത് ആഹാരമൊന്നും കഴിപ്പിക്കുകയൊന്നുമില്ല. ആ സമയത്താണ് സ്വന്തം അനിയത്തിയെ പോലെ, അത് ആവർത്തിച്ച് പറയുന്നത്, എന്റെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ണ് നിറയുന്ന പേളിയെ നമുക്ക് കാണാം. മനസ്സിലായോ? കണ്ണ് നിറയുന്ന പേളിയെ കാണാം. അവിടെ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ കമ്പയർ ചെയ്യും. താങ്കളുടെ അഹങ്കാരവും ഈ പറയുന്ന പേളിയുടെ എളിമയും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ താങ്കൾ ഒരു തേർഡ് ക്ലാസ് യൂട്യൂബർ ആണ്, തേർഡ് ക്ലാസ് ഇൻഫ്ലുവൻസർ ആണ് എന്ന് അടിവരയിട്ട് ഈ പറയുന്ന പ്രേക്ഷകർ പറയും. ഇതൊക്കെ തിരിച്ചടികളാണ്. ഇപ്പൊ താങ്കൾക്കെതിരായിട്ട് റിയാക്ഷൻ ചെയ്ത ചാനലുകളെല്ലാം തേർഡ് ക്ലാസ് ചാനലുകളാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ പിൻ ചെയ്ത് വെച്ചില്ലേ? അതുപോലെ എന്താ പറയുന്നത്, ഞാൻ എൻ്റെ പറയുന്ന ഭർത്താവിന്റെ കുടുംബത്തിനും അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനും ഞാൻ അതായത് ഭർത്താവിന് എന്റെ ചെലവിനാണ് ഭർത്താവിന്റെ ഈ പറയുന്ന ഇതുവരെ ബിസിനസ് വരെ നടക്കുന്ന എന്ന രീതിയിൽ, അതായത് എന്തെങ്കിലും കൊടുത്തിട്ട് വിളിച്ചു പറയാന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? അതൊക്കെ ഞാനാണ് അവരെ സഹായിച്ചത് എന്ന് നാട്ടുകാരെ പറയുന്ന ഒരു രീതി കണ്ടില്ല. സത്യം പറയാലോ, എന്റെ നഖത്തിന്റെ ഇടയിൽ മൊത്തം അഹങ്കാരമാണ്. മനസ്സിലായി? അഹങ്കാരത്തിൽ തുളുമ്പി നിൽക്കുകയാണ്. അതാ ബിസിനസ് ഈ പറയുന്ന അവിടെ തിരിച്ചടി കിട്ടിയാൽ മാത്രമേ ഇതിന് അതിനൊരു എന്താ പറയുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ കുറച്ച് അഹങ്കാരങ്ങൾ കുറയും. ഞാൻ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി എന്നൊരു ചിന്തയൊക്കെ വരും. അതെന്തായാലും വരും. എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യൂ. നമുക്ക് എടുക്കണം. ചെയ്യാം.